കഴിഞ്ഞ തവണ കെ ടി ജലീൽ മത്സരിച്ച് വിജയിച്ച, അല്ലെങ്കിൽ കെ ടി ജലീൽ തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്ന തവന്നൂരിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കില്ല. താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇല്ലെന്ന് കെ ടി ജലീൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തവന്നൂരിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ലീഡ് നേടിയത്. കെ ടി ജലീൽ മത്സരിക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും CPM ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം മത്സര രംഗത്തേക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ തവന്നൂരിൽ കെ ടി ജലീൽ ഫിറോസ് കുന്നംപറമ്പിലുമായാണ് ഏറ്റുമുട്ടിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചാരിറ്റി പ്രവർത്തകൻ ഫിറോസ് കുന്നംപറമ്പിൽ എത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു. ഫിറോസ് കുന്നംപറമ്പിൽ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊരാരോപണം ഉയർന്നിരുന്നു. എന്തായാലും ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ 2185 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ ടി ജലീൽ ജയിച്ചു കയറി. കെ ടി ജലീൽ തവന്നൂരിൽ ജയിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല, ലീഗിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. BJPയുടെ വോട്ടുകളും അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. ഖുറാനും ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ കെ ടി ജലീലിന് ഹൃദയസ്ഥം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അതിമനോഹരമാണ്. ഏത് വിഷയത്തെക്കുറിച്ചായാലും പ്രസംഗം നടത്താൻ അദ്ദേഹത്തിന് കഴിയും. എന്തായാലും ഇനി താൻ മത്സരിക്കാനില്ല തവന്നൂരിൽ എന്ന് കെ ടി ജലീൽ തീരുമാനിക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായ B. അബ്ദുറഹ്മാൻ തവന്നൂരിൽ മത്സരിക്കും എന്ന കാര്യം ഉറപ്പായി. കെ ടി ജലീലിന് പകരം താനൂരിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ച അബ്ദുറഹ്മാനെ തവന്നൂരിൽ ഇറക്കുകയാണ് LDF. തവന്നൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം LDFിൽ നിന്ന് മണ്ഡലം വിട്ടുപോയിട്ടില്ല. B. അബ്ദുറഹ്മാൻ തവന്നൂരിൽ മത്സരിക്കാനെത്തുമ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവ് ഘടകങ്ങൾ ഏറെയാണ്. കോൺഗ്രസിൻ്റെ മുൻ നേതാവാണ് B. അബ്ദുറഹ്മാൻ. അദ്ദേഹം കഴിഞ്ഞ തവണ താനൂരിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. ലീഗ് കോട്ടയായ താനൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ യൂത്ത് ലീഗ് നേതാവായ PK ഫിറോസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 985 വോട്ടുകൾക്കാണ് PK ഫിറോസിനെ B. അബ്ദുറഹ്മാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെടുത്തിയത്. ഇത്തവണ B. അബ്ദുറഹ്മാൻ തവന്നൂരിൽ എത്തുമ്പോൾ അബ്ദുറഹ്മാനിലൂടെ തവന്നൂർ സീറ്റ് നിലനിർത്താമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. ലീഗിൽ പണ്ടത്തെ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിലും ലീഗിലും വലിയ സ്വാധീനം അബ്ദുറഹ്മാന് ഉണ്ട്. അത് തവന്നൂർ നിലനിർത്താൻ തുണയാകുമെന്ന് LDF കരുതുന്നു. മലപ്പുറത്ത് 2 സീറ്റുകളാണ് കഴിഞ്ഞ തവണ മലപ്പുറത്ത് പ്രധാനമായും 2 സീറ്റുകളാണ് LDF ലക്ഷ്യമാക്കുന്നത്, തവന്നൂരും പൊന്നാനിയും. എന്തായാലും താനൂരിൽ നിന്ന് അബ്ദുറഹ്മാൻ തവന്നൂരിൽ എത്തുമ്പോൾ LDF ശുഭാപ്തി വിശ്വാസത്തിലാണ്. ലീഗിലെ വലിയൊരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിക്കാൻ അബ്ദുറഹ്മാന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് V. അബ്ദുറഹ്മാനോട് വലിയ എതിർപ്പൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയും CPM തമ്മിൽ പരസ്പരം പോരടിക്കുകയാണെങ്കിലും അബ്ദുറഹ്മാൻ അവരുടെ വേദികളിൽ സജീവവും ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ തവന്നൂരിൽ ക്രോഡീകരിക്കാൻ V. അബ്ദുറഹ്മാനിലൂടെ സാധിക്കും എന്നാണ് LDF കരുതുന്നത്. അബ്ദുറഹ്മാൻ തവന്നൂരിൽ എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ പറ്റിയുള്ള ചർച്ചകളും സജീവം. സന്ദീപ് വാര്യരുടെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട്, അൻവറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ അൻവറിനെ ബേപ്പൂരിൽ പറഞ്ഞയച്ച് കുരുതി കൊടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സന്ദീപ് വാര്യരാണ് തവന്നൂരിൽ മത്സരിക്കുന്നതെങ്കിൽ സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ BJP CPMന് ക്രോസ് വോട്ട് അല്ലെങ്കിൽ LDFന് ക്രോസ് വോട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. BJPയുടെ ഹിറ്റ് ലിസ്റ്റിൽ പ്രധാനിയാണ് സന്ദീപ് വാര്യർ എവിടെ മത്സരിച്ചാലും BJP തോൽപ്പിക്കും. എന്തായാലും സന്ദീപ് വാര്യരോ അൻവറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതുമുഖമോ ആയിരിക്കും തവന്നൂരിൽ
ബി അബ്ദുറഹ്മാനെ നേരിടാൻ എത്തുക. എന്തായാലും തവന്നൂർ ശ്രദ്ധ നേടുന്നത് ജലീലിന്റെ പിന്മാറ്റത്തിലൂടെയാണ്. ജലീൽ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു താൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന്.